നമ്മുടെ ഈ പേരക്കയില്ലേ അത് അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. ഭയങ്കര ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫൈബേഴ്സും വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണേ. അപ്പോൾ നമ്മൾ എന്നും കുട്ടികൾക്ക് ഇങ്ങനെ കുറുക്ക് മാത്രം കൊടുക്കാണ്ട് ഇടയ്ക്കൊക്കെ ഇതേപോലെ ഫ്രൂട്ട്സും അതേപോലെ വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഷാസിക്ക് വന്നിട്ട് ഫ്രൂട്ട്സ് സ്റ്റീം ചെയ്തിട്ട് കൊടുക്കണതും എനിക്ക് ആ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ല. അതിപ്പോൾ ആപ്പിൾ ആണെങ്കിലും ഇതൊന്നും ഇഷ്ടമല്ല സ്റ്റീം ചെയ്തിട്ട് കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രൂട്ട് ഫീഡറിലാക്കിയിട്ട് ഡയറക്റ്റ് കൊടുക്കലാണ്. ഇപ്പോൾ പേരക്ക ആണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആ സീഡ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് അതിൽ നിന്ന് കിട്ടും. അതിൻ്റെ പൾപ്പ് മാത്രമാണ് അതിൻ്റെ വായിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ അതുപോലെ ഈ പേരക്ക കൊടുക്കുമ്പോൾ നമ്മൾ ഈ സീഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അത് കുട്ടികളെ തൊണ്ട കെട്ടാനും അങ്ങനെ അത് നല്ലതല്ല. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട് ഫീഡർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഒരുപാട് പേര് പേരക്കയൊക്കെ ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് അടിച്ചിട്ടൊക്കെ കൊടുക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഷാജിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ കൊടുക്കണേ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഫ്രൂട്ട് ഫീഡറിലാണ് കൊടുക്കുന്നതെങ്കിൽ അതാ നോക്കിക്കോ. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് സീഡ് മാത്രമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി പൾപ്പൊക്കെ ഓനക്ക് അങ്ങനെ കഴിച്ചിട്ടുണ്ട്.